Good afternoon, all. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞു കേട്ടോ. ആരും പ്രിപ്പയർഡ് അല്ല? ഞാൻ പാടാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. Good afternoon to our dear ma'am and my lovely friends. I warmly welcome you all to the today Montessori class. Let us listen, explore and enjoy today's activities with excitement. Once again, welcome everyone and thank you for being here. Thank you. If you think there is no end, if you don't think there is no spear. Repeat. If you think there is no end, if you don't think there is no spear. Okay. Good afternoon, all. Good afternoon, ma'am. Ma'am, color box കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഇന്ന്. 11 colors. Okay. ഞാൻ അത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? Yes ma'am. 19 ആണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് കാണിച്ചു. ബാക്കി 19 ആണ് ഡേറ്റ് ഓഫ് സബ്മിഷൻ പറഞ്ഞത്. ഓക്കെ. പ്രസന്റ് ചെയ്ത് പ്രിപ്പയർഡ് ആയവര് മെസ്സേജ് അയക്കും. പേര് മെസ്സേജ് അയക്കും കേട്ടോ. മെസ്സേജ് ആയിട്ട് പേര് അയക്കണേ. ഞാനപ്പം അതനുസരിച്ച് വിളിക്കാം. ബിൻസി കേട്ടോ. ബിൻസി മ്യൂട്ട് ഒന്ന് ഓണാക്കുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്യാം. ബിൻസി കാണാണ്ടോ? പിൻ ചെയ്തേടാ. കാണാട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാ കളേഴ്സും ഓക്കെ. കളർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കളേഴ്സ് ആണോ? സെല്ലോട്ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. സെല്ലോട്ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു ഗ്ലേസ്നെസ് തന്നെ അല്ലേ? അത് പിന്നെ എന്തേലും വെള്ളമൊക്കെ ആവുകയാണെങ്കിൽ നാശാവണ്ട.
ഓക്കെ ഓക്കെ പിരിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആരാണ്? അനുപ്രിയ. യെസ് മാം. ഫുള്ള് കളർ കിട്ടിയിട്ടില്ല. ഓക്കെ പിന്നെ അവൈലബിൾ ഞാൻ ആയിട്ടുള്ളത് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്പറും. വരച്ചിരിക്കണാടാ. അതെ അതെ, ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും. അങ്ങനെ നന്നായിട്ടുണ്ടോ? താങ്ക് യു മിസ്. ബാക്കി കളേഴ്സ് കൂടെ നോക്കാട്ടാ. ചിക്കു. യെസ് മാം. ഓക്കെ ചിക്കു മോൻ Yes, എന്താ ma'am. പഠിച്ചത്? എഞ്ചിനീയറിംഗ് മാം. എഞ്ചിനീയറിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ? യെസ് മാം. ഓക്കെ മഞ്ജുരാജ് അല്ലേ? മ്യൂട്ട് ഓണാക്കാണെങ്കിൽ പിൻ ചെയ്യാടാ. മിസ്കാരല്ലേ? ഓക്കെ 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 അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണല്ലേ. 1 മിനിറ്റ് പിൻ ചെയ്ത് നോക്കട്ടെ കേട്ടാ. ഓക്കേടാ നന്നായിട്ടുണ്ട് കേട്ടാ. എല്ലാ ഷെയ്ഡും കിട്ടി തോന്നുന്നുണ്ടല്ലോ. കിട്ടി മിസ്. ദിവ്യ. ഓക്കേടാ നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മാം. മഞ്ജു രാഗേഷ്. എന്താ പേര്? മഞ്ജു രാഗേഷ്. അങ്ങനെ തന്നെയാണ്. ഓക്കെ മഞ്ജു. ഐ വന്ന പോലെ തോന്നുന്നു. പ്രസ് ചെയ്തോടാ. ക്യാമറ ഓൺ ചെയ്തിട്ട് പ്രസ് ചെയ്തോ. മഞ്ജു പ്രസന്റ് ചെയ്തോടാ. എന്തെങ്കിലും വിഷയമായിരിക്കും. ശ്രീതി. ഓക്കേടാ. Okay, ma'am. Okay, ma'am. Thank you. കട്ടായി. പ്രസന്റ് ചെയ്തോടാ. ക്യാമറ ഓൺ ചെയ്ത്. മഞ്ജു ബാക്ക് ക്യാമറ. ഓക്കെ എല്ലാ കളേഴ്സും കിട്ടിയോ? എല്ലാ കളേഴ്സും കിട്ടി മാം. ഓക്കേടാ. ഒരെടുത്തൊന്ന് കാണിച്ചു തരോടാ. ഒരു എന്തോരുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ നല്ല കേട്ടോ. ഓക്കെ മാം. എന്റെ പേരെന്താടാ? അൽഫിയ. പിടിക്കുന്നവരാ ഒരു ഇതില്ല അല്ലേടാ. അത് ഇത് ചെയ്യാനും നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ കളർ ഈ കുട്ടികളുടെ കയ്യിൽ പിടിക്കുമ്പോ കളർ ഷെയ്ഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിക്ക് കിട്ടിയില്ല മാം, അതാണ്. വേറെ എന്തെങ്കിലും കാർഡ്ബോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, കാർഡ്ബോർഡിലാണ് വച്ചിട്ടുള്ളത്. ആണോ? ചെറുതാണല്ലേ? കാർഡ്ബോർഡിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ അത് ജസ്റ്റ് രണ്ട് സൈഡിലും എന്തെങ്കിലും സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോക്കണോട്ടോ. സ്റ്റിക്കിന് തിരക്കി കിട്ടിയില്ല, അതാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത്. ഓക്കെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കാർഡ്ബോർഡ് അത്യാവശ്യം കനമുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടേ സ്റ്റിക്ക് പോലെ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്തിട്ട്. അങ്ങനെ സ്റ്റിക്ക് പോലെ ചെയ്യാനല്ലേ? അത് 2 സൈഡ്സിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓ ഷെയ്ഡ് കയ്യിലാവും. ചെറിയ കുട്ടികളുടെ കയ്യിൽ ഷെയ്ഡ് ആവും. ഈ കളേഴ്സ് ശരിക്കും നല്ലതൊന്നും അല്ല. അത് കയ്യിലാവുമ്പോ കുട്ടികളാണല്ലോ, കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അവർ വായിലൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ്. അനുശ്രീ പ്രസന്റ് ചെയ്തോടാ. ഓക്കെ നന്നായിട്ടുണ്ടാ. സ്റ്റിക്ക് ആണോടാ? Sticker. ഓക്കെ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരുമോ? ഇത് സ്റ്റിക്ക് 2 സൈഡ്സ് സ്റ്റിക്ക്. നടുക്കിത് പേപ്പർ ഷീറ്റ്, വലിയ ഷീറ്റ് മടക്കിയതാ. A4 ഷീറ്റ് സൈസില്. A4 ഷീറ്റ് മടക്കിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടിയല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല അത്യാവശ്യം നമ്മള് ഒരു
എന്താ പറയാ ഒരു ഇതുപോലെ തന്നെ തോന്നാനല്ലേ നമ്പർ സോറി ടാബ്ലറ്റ്സ് പോലെ തന്നെ തോന്നാനുണ്ട്. അത് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. രേവതി രേവതി ആടാ ഫുഡിലാണ് ചെയ്തേ. വുഡിലാണോ ചെയ്തത്? ഞാന് എന്റെ ഹസ്ബൻഡ് ചെയ്തു തന്ന ഇതുപോലെ ബോക്സ് ഒക്കെ. ഫുഡിൽ തന്നെയാണ് ചെയ്തല്ലേ? ഇത് ഉള്ളിൽ ഇത് ഒട്ടിച്ചേക്കണത് മാറ്റി വുഡ്. അരികിൽ നമ്മൾ ഈ ജനലിന്റെ അരികിലൊക്കെ വെക്കുന്ന റീപ്പർ ഇല്ലേ, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിനുള്ളിൽ ഒട്ടിച്ചതായത്. ബോക്സ് അല്ലാണ്ട് പഴയ വേസ്റ്റ് ആയിട്ട് കിടന്ന ബോക്സ് ഒരു ഇതുപോലെ സെറ്റ് ചെയ്ത് തന്നെ എനിക്ക്. നന്നായിട്ടുണ്ട്. ഹസ്ബൻഡിന് വുഡിന്റെ വർക്കാണോ? ഇത് വുഡിന്റെ വർക്കല്ല, റീസ്റ്റോറേഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില്. അപ്പോ ഇങ്ങനെ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടായിരുന്നു, പഴയ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി തന്നതാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. ഹസ്ബൻഡിനോടും പറഞ്ഞേക്ക് താങ്ക് യു. അഷില ഉണ്ടാക്കുമ്പോ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നും പറഞ്ഞില്ല. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു പറഞ്ഞേക്കും. പറഞ്ഞേക്കാം. ഒക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുമല്ലോ കിച്ചൺ പ്രാക്ടീസിന് പോകുമ്പോ. നമ്മുടെ ശരിക്കും വുഡിലാണ് നമ്മുടെ മെറ്റീരിയൽ വന്നേ കളർ ബോക്സ്. ഓക്കെ, അടുത്ത ആള് നോക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ. അതിന്റെ ടു സൈഡ്സിൽ വെച്ചിരിക്കുന്ന വൈറ്റ് കളറിലെ കാർഡ്ബോർഡ് അത് സ്റ്റിക്ക് തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഓണാക്കാണ്ട സംസാരിക്കണേ, സോറി മിസ്. സ്റ്റിക്കാണ്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അഞ്ജന. അഞ്ജന അഞ്ജന കാണുന്നില്ലേ? മൈക്ക് ഓണായിരുന്നില്ല. മൈക്ക് ഓണാക്കിയാലേ നിങ്ങള് വരുള്ളൂ, എന്റെ ഫ്രണ്ടിലേക്ക് വരുള്ളൂ. നന്നായിട്ടുണ്ട് കേട്ടോ. പാർവതി ഓക്കേടാ. കുറച്ച് കളേഴ്സ് കിട്ടിയിട്ടുള്ളൂ, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഷെഫീന ഷെഫീന നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. മഞ്ജു രാകേഷ്. മഞ്ജു കാണിച്ചല്ലേടാ? കാണിച്ചതാണ്. ഓക്കെ, നേരത്തെ ഞാൻ വിളിച്ചപ്പോ കാണിച്ചത്. സുബി 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 യെസ് മാം. ഓക്കെ, ചെയ്താടാ? യെസ് മാം, ചെയ്താലോ. ബാക്ക് ക്യാമറ ടോപ്പിലായിട്ട് മുകളിലായിട്ട് 2 arrow മാർക്ക്. ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, നമ്പർ ചാർട്ട് ഉണ്ട്. ടാബ്ലറ്റ്സ് ഉണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചാർട്ട്. വാട്സിക്കനാണല്ലേ? യെസ് മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ് ചാർട്ട് കണ്ടു കേട്ടോ. ഓക്കെ. ശ്രീവിദ്യ ശ്രീവിദ്യ ക്യാമറ ഉണ്ട് അറിയില്ല. ബാക്ക് ക്യാമറ. ഓക്കെ ഓക്കെ ഓക്കെ, കാണാം. എടുത്തൊന്ന് ഒരു കളർ ടാബ്ലറ്റ് എടുത്ത്
ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഇങ്ങനെ കാണിച്ചത്. ആ, വലിപ്പമുണ്ട് അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ലുബ്ന യെസ് മാം. പ്രസന്റ് ചെയ്തോട്ടാ. കാണാവോ? കാണാം. എല്ലാ ഷെയ്ഡും കിട്ടി തോന്നുന്നു. നമ്മുടെ തുണിയില്ലോ, തുണി കട്ട് പീസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. പേപ്പർ ആകുമ്പോ കളർ ഷെയ്ഡ് പോവാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നമ്മള് മെഷീൻ അടിക്കുന്നിടത്ത് കട്ട് പീസ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാകുമ്പോ കളർ ഷെയ്ഡ് പോകത്തില്ല. നമ്മൾ എത്ര നാൾ ഉപയോഗിച്ചാലും കളർ അങ്ങനെ നിൽക്കുമല്ലോ. അപ്പൊ എല്ലാ കളറും കിട്ടി. എല്ലാ കളറും കിട്ടുകയും ചെയ്തു. ഉള്ളിൽ എന്ത് ചെയ്തു? ആ ഒരു കലം കാർഡ്ബോർഡിൽ നമ്മള് പശ തേച്ചിട്ട് അങ്ങനെ തുണി ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ച്. ഓക്കെ, സെറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇനി ക്ലോത്ത് ചെയ്യാൻ പറയാൻ എന്താണെന്നറിയാമോ? ക്ലോത്തിന് ചിലപ്പോ എല്ലാ കളേഴ്സും കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ തയ്ക്കും, പിന്നെ എന്റെ കസിൻ തയ്ക്കും. അപ്പൊ ആളടുത്തുനിന്നൊക്കെ പോയിട്ട് എന്റെ ഉള്ളതും ആളടുത്തുനിന്നൊക്കെ കൂടിയിട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ എടുത്തതാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പ്രസീത. Yes, ma'am. Tablets. കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ടുണ്ട് മാം. പിന്നെ ആൽഫബറ്റ് ചാർട്ടും നാളെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഓക്കെ, വരച്ചിരിക്കണല്ലേ? അത് മാം വരച്ചതാണ്. നന്നായിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ചെയ്താലും എന്താണ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണോണ്ടേ എന്താ പറയാ, നല്ല ഭംഗി, ഒരു ഹാപ്പിനെസ് ഉണ്ട്. വഴക്ക് പറയാൻ തോന്നുന്നില്ല. ഓരോരുത്തരുടെ ഇമേജ് കാണുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യുന്നത്. ഓക്കേടാ. പ്രസിഡന്റ് നസ്രിയാട്ടാ. നസ്രിയ. കേട്ടോട്ടാടാ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കേടാ. വിസ്മയ. നസ്രിയ ഉണ്ട്, വിസ്മയ. ഓക്കേടാ. പിന്നെ ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, വരച്ചിരിക്കണല്ലേ? നമ്പർ ചാർട്ട് കാണാം കേട്ടാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഐശ്വര്യ. യെസ് മാം. പ്രസന്റ് ചെയ്തോ കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. മാം നമ്പർ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ ഓക്കെ, ഇത് ആൽഫബറ്റ് ചാർട്ടോ? ആ, വരയ്ക്കുമല്ലേ? വരയ്ക്കും. കംപ്ലീറ്റ് ആക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ആക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കംപ്ലീറ്റ് ആയി കഴിയുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. താങ്ക് യു മാം. ആക്ച്വലി ജിഷ. നെക്സ്റ്റ് ജിഷ. യെസ് മാം. പ്രസന്റ് ചെയ്തോട്ടാണ്. ഭയങ്കര ചെറുതായി പോയോ? ചോട്ടുവാണെന്ന് തോന്നുന്നു. ഭയങ്കര ചെറുത്. അല്ല അല്ല, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഭയങ്കര ചെറുതായിട്ട് പോലെ തോന്നി. ശരി മിസ്. സൂര്യ. സൂര്യ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ് ചാർട്ടോ അല്ലേ? നമ്പർ ചാർട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നിത്യ. യെസ് മാം. പ്രസന്റ് ചെയ്തോടാ. സ്റ്റിക്കറുടെ സ്റ്റിക്ക് ഉണ്ട്. സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തല്ലേ? സ്റ്റിക്ക് ഒന്ന് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണമായിരുന്നു ചെയ്യാനായിട്ട്. കുഴപ്പമില്ല, പിടിക്കാൻ പറ്റും. ഒന്ന് തിരിച്ചേടാ. അങ്ങനെയാണല്ലോ ചെയ്തിരിക്കണേ. ഇവിടെ ഗമ്മോട് ഒട്ടിച്ച് വെച്ചേക്ക. ആണല്ലേ? കുഴപ്പമില്ല, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ മതി.
സ്റ്റിക്ക് പിടിക്കുമ്പോൾ ഷെയ്ഡ് കൈമാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറഞ്ഞത്. നന്നായിട്ട് നിൽക്കാം. ചാർട്ട് പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കേടാ. റീന 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 കാണുന്നില്ലേ? ഇല്ല, മ്യൂട്ട് ഓൺ ആക്കണം, എന്നാലേ പിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. നെക്സ്റ്റ് ഷെമീന, സോറി ഷംസീന. ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടോ. ഓണാക്കില്ല, ക്യാമറ ഓണാക്കാം. മറ്റേ ഓപ്ഷൻ കാണില്ല. ക്യാമറ ഓൺ ചെയ്താലേ ബാക്ക് ക്യാമറ ഉണ്ടാവുള്ളൂ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഷെറിൻ ബാക്ക് ക്യാമറ എങ്ങനെയാണ്? ടോപ്പിലായിട്ടുണ്ട് ആരോ മാർക്ക് ഉണ്ട്. ടോപ്പില് മുകളിൽ ലിങ്ക് വന്നിട്ടില്ലേ, അവിടെ 2 ആരോ ഉണ്ടല്ലോ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കേടാ, കാണാം കേട്ടോ. ഒന്നും എടുത്ത് കാണിച്ചല്ലോ. ഒരു മിനിറ്റ് മാം. ഷെയ്ഡ് എടുത്തോ, ഒരു കളറിന് തന്നെ. എന്താ മാം? ഒറ്റ കളറിന് തന്നെ പല ഷെയ്ഡ് വന്നിട്ടുണ്ടോ? യെസ് മാം. അങ്ങനെ ചെയ്തിരിക്കാം, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ളവര് കംപ്ലീറ്റ് ആക്കാനുള്ളവര് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്ന ഓർമ്മയുണ്ടോ? Yes, ma'am. Chapter 1, Unit 1, Primary Development and Growth. ഓക്കെ, അതില് നമ്മള് എവിടെ വരെ പറഞ്ഞു നിർത്തി? മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആണോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ലൈഫ് ഫസ്റ്റ്, life begins at conception when a sperm cell from the father fertilized with an egg from the mother to form a single cell called zygote. ഫാദറിന്റെ കയ്യിൽ നിന്ന് ഒരു സ്പേം സെല്ലും മദറിന്റെ കയ്യിൽ നിന്ന് ഒരു എഗ്ഗും കൂടി ഫോം ചെയ്യുമ്പോൾ, ഫെർട്ടിലൈസ് ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കൺസെപ്ഷൻ, ലൈഫിന്റെ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയും. എന്താ പറയുന്നത്? സൈഗോട്ട് എന്ന് പറയും കേട്ടോ. The zygote, which is a fertilized cell, contain 46 chromosomes. എത്ര chromosomes ആണുള്ളത്? 46 ആണ്. 23 from father and 23 from mother. Okay. The mother and the father contribute 23 each. each ആക്കാം കേട്ടോ. ഈ എ സി വരെയുള്ളൂ ഈച്ച് എന്ന് കംപ്ലീറ്റ് ആക്കാം. 100 of invisible particles called genes are found within each of these thread-like bodies. നമ്മൾ ഈ ക്രോമസോംസിൽ 100 ഓഫ് എന്താ പറയാ ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, ജീനുകൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എക്സ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ത്രെഡ് ലൈക്ക് ബോഡീസ് ആണ്. ഈ ജീനാണ് നമ്മുടെ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് കൈമാറി കിട്ടുന്നത്. നമ്മളിത് പറയില്ലേ, അച്ഛന്റെ മൂക്കാണ്, അല്ലെങ്കിൽ അച്ഛനെ പോലെയാണ് സംസാരം, അമ്മനെ പോലെയാണ് കാണാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ കോമൺലി കുട്ടികളോട്. അത് ഈ ജീനിലൂടെയാണ് അവർക്ക് ഈ ഹെറിഡിറ്ററി ഫീച്ചേഴ്സ് കൈമാറി കിട്ടുന്നത്. അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഡിസീസ്, പാരമ്പര്യമായിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങൾ, അത് ഈ ജീൻ വഴിയാണ് കിട്ടുന്നത്, പാരമ്പര്യം. The gene control the hereditary threads. ജീനാണ് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ത്രെഡ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. The mother contribute 23 X chromosomes
and the father contribute either 23X chromosomes or 22X and 1Y chromosomes. Okay. Just ഒരു എക്സാമ്പിൾ പറയാണ്. സാധാരണ രീതിയിൽ അമ്മ എപ്പോഴും എക്സ് ക്രോമസോംസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അച്ഛനാണ് ഒന്നില്ലെങ്കിൽ എക്സ് ക്രോമസോംസ് കോൺട്രിബ്യൂട്ട് ചെയ്യും 23, അല്ലെങ്കിൽ 22X ഒരു വൈ ക്രോമസോംസും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. The X and Y chromosomes determine the sex of the child. The father contribute 23X chromosome. അച്ഛന്റെ ഭാഗത്ത് 23X chromosomes ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ കുട്ടി എങ്ങനെയായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ഇനിയിപ്പോ സപ്പോസ് 22X ഉം 1Y chromosomes ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ കുട്ടി എന്തായിരിക്കും? ആൺകുട്ടി ആയിരിക്കും. ഓക്കെ, എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണെന്ന് വിചാരിക്കും. അപ്പോ ആൺകുട്ടിക്കും പെൺകുട്ടിയും നമ്മൾ പറയില്ലേ എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സ് ആൻഡ് വൈ ക്രോമസോംസ് തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കിയത് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലൈഫില് ഫസ്റ്റ് ലൈഫ് ബിഗിൻ ചെയ്യുന്ന എപ്പോഴാണ്? കൺസെപ്ഷൻ ടൈമിൽ തന്നെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്പേം സെല്ലും എഗ്ഗും കൂടി എന്ത് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസ് ആകുമ്പോൾ ഒരു സിംഗിൾ സെല്ല് ഫോം ചെയ്യുന്നു. അതാണ് നമ്മൾ പറയുന്ന സൈഗോട്ട്. മാർക്ക് ചെയ്യാം സൈഗോട്ട്. സൈഗോട്ടില് ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് വിച്ച് ഈസ് എ ഫെർട്ടിലൈസ്ഡ് സെൽ കണ്ടെയ്ൻസ് എത്ര ക്രോമസോംസ് ആണ് കാണുന്നത്? 46 ആണ്. മദറിന്റെ ഭാഗത്തുനിന്നും ഫാദറിന്റെ ഭാഗത്തുനിന്നും എത്ര വീതമാണ്? 23. ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത് നമ്മൾ പറയുന്ന ജെയിൻ. ഓക്കെ, ജെയിൻ. മിസ്സേ ഒന്നുകൂടെ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാവോ? ഇപ്പൊ പറഞ്ഞേ. ഏതാണ്? 23 ക്രോമോസോമിന്റെ പറഞ്ഞില്ലേ? ഓക്കേടാ. സാധാരണ ഒരു ഫെർട്ടിലൈസ്ഡ് സെല്ലില് സൈഗോട്ടില് 46 ക്രോമസോംസ് ആണ് കാണുന്നത്. അതില് 23 മദറും 23 ഫാദറും ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ എപ്പോഴും അമ്മ എക്സ് ക്രോമസോംസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫാദർ ആണ് ഒന്നില്ലെങ്കിൽ 23X ഉം അല്ലെങ്കിൽ 22X ആൻഡ് 1Y ക്രോമസോംസ് ആയിരിക്കും ഫാദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. XX ക്രോമസോം ആണെങ്കിൽ എന്താണ് കുട്ടി എന്താണ് ഫീമെയിലും, എക്സ് ആൻഡ് വൈ ക്രോമസോം ആണെങ്കിൽ കുട്ടി മെയിലും ആയിരിക്കും. മനസ്സിലായോ? XX ആണെങ്കിൽ ഫീമെയിലും XY ആണെങ്കിൽ മെയിലും ആയിരിക്കും. ഓക്കെ, ഞാനൊരു വീഡിയോ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ഇങ്ങനെയാണ് ഒരു നമ്മളുടെ കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോ ആരാണ് ശരിക്കും ഇമ്പോർട്ടന്റ് ഈ കുട്ടിയുടെ സെക്സ് ഡിറ്റർമിനേഷനിൽ? ആരാണ്? ഫാദറാണ്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആൺകുട്ടി ജനിക്കാൻ കാരണം ജനിക്കാത്തതിന് കാരണക്കാരി അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവൂലേ പണ്ട്? കേട്ടിട്ടില്ലേ? കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പണ്ട് ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, ആൺകുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സിനിമയിൽ അല്ലെങ്കിൽ പണ്ട് നമ്മൾ കേട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ആൺകുട്ടികൾ ഇല്ലാത്തതിന് കാരണം എന്താണ്? ശരിക്കും സ്ത്രീകൾക്കായിരുന്നു പണ്ടൊക്കെ പഴി കേട്ടിരുന്നത്. പക്ഷെ ശരിക്കുമായിട്ട് ഉത്തരവാദി ആരായിരുന്നു? മെയിലാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അമ്മ എത്ര ക്രോമസോംസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 23. അച്ഛനാണ് 22X or 1Y chromosome or 23X chromosomes കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വായിച്ചു നോക്കിയേ. എങ്ങനെയായിരിക്കും ഒരു ബോയ് ഒരു ഗേളും വരികയാണെങ്കിൽ? അതും ഇതേപോലെ തന്നെയാണ്. അപ്പോ നമ്മുടെ ഇല്ലേ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സെല്ല് പെട്ടെന്ന് ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പോ ഒന്ന് മെയിൽ XX ഉം ഒന്ന് XY ആയിട്ട് മാറുന്നതായിരിക്കും. മനസ്സിലായോ? ഞാൻ ഈ PDF ഒന്ന് ഇപ്പോ ബാക്ക് ചെയ്യുമ്പോ അപ്പൊ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് പ്രസന്റേഷൻ. വേറൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ, അപ്പൊ അതുകൊണ്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് ഒന്ന് റീഡ് ചെയ്യണേ.
ഓക്കെ, നമ്മളിനി ഫെർട്ടിലൈസേഷന്റെ ഒരു വീഡിയോ, ജസ്റ്റ് ഒരു അനിമേഷൻ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കുകൾ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനതൊന്ന് ഷെയർ ചെയ്യണേ. നമ്മളിപ്പോ കണ്ടത് എഗ് ഓവറിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ കണ്ടത്. കണ്ടിന്യൂസ് കാണാം, അത് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ആ ഒരു അനിമേഷൻ വീഡിയോ ആണ്. ഞാൻ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കാം കേട്ടോ. നമ്മള് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു സെക്കൻഡ് വീക്ക് വരെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ എഗ് ഈസ് ലിബറേറ്റഡ് ഫ്രം ദ ഓവറി, നമ്മൾ ആദ്യം കണ്ടത് എഗ് ഓവറിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് മൂവ്സ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്, അത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ആകും. ഇറ്റ് സ്റ്റേ ദെയർ ഫോർ അബൌട്ട് 24 hours, 24 മണിക്കൂർ സ്പേമിന് വേണ്ടിയിട്ട് ഫെലോപ്പിയൻ ട്യൂബിൽ അത് വെയിറ്റ് ചെയ്യും. വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പേം ടു ഫെർട്ടിലൈസ് ഇറ്റ്, ഒരു സിംഗിൾ സ്പേം ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു സിംഗിൾ സ്പേമിന് മാത്രമേ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് എൻ്റർ ആവാനായിട്ട് പറ്റുള്ളൂ. വിത്തിൻ 24 hours ഓഫ് ബീങ് ഫെർട്ടിലൈസ്ഡ്, 24 മണിക്കൂറിന് ശേഷം ഇത് ബിഗെയിൻ ടു ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻടു മെനി സെൽസ്. നമ്മൾ കണ്ടു ഡിഫറെന്റ് സെൽസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് 2 സെൽസ് വന്നു, പിന്നെ പെട്ടെന്നായിരുന്നു സെൽസ് ഡിവൈഡ് ചെയ്തത് അല്ലെ, കണ്ടില്ലേ വീഡിയോയില്? ഇറ്റ് കീപ്സ് ഡിവൈഡിങ് ആസ് ഇറ്റ് മൂവ്സ് സ്ലോലി ത്രൂ ദ ഫെലോപ്പിയൻ ട്യൂബ് ടു ദ യൂട്രസ്. നമ്മൾ കണ്ടു ഫെലോപ്പിയൻ ട്യൂബ് വഴി തന്നെ ആ സെൽസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം എങ്ങനെ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, യൂട്രസിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന കണ്ടു. ആൻഡ് അറ്റാച്ച് ടു ദ ലൈനിങ് ഓഫ് ദ യൂട്രസ്, എന്നിട്ട് യൂട്രസിന്റെ ലൈനിങ്ങിൽ പോയിട്ട് അത് എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തു. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇംപ്ലാന്റേഷൻ എന്ന് പറയും. ദിസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. 1 minute. Explain ഇതായിപ്പോയി, sorry. This is called implantation. Then here it continues to grow. Implantation ശേഷം അവിടെ നിന്ന് അത് കണ്ടിന്യൂസ് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. At the point of implantation ടൈമിൽ തന്നെ പ്ലാസെന്റ, നമ്മള് അമ്മയുടെ കുട്ടിയുടെ അംബ്ലിക്കൽ കോഡിൽ എന്താണ് മറുപിള്ള, എന്താണ് പറഞ്ഞത്? പൊക്കിൾക്കൊടിയല്ലേ? പ്ലാസെന്റ മറുപിള്ള എന്ന് പറയില്ലേ മലയാളത്തില്? അതാണ്. ഓക്കെ, മറുപിള്ള എന്നാണ് മലയാളത്തിൽ പറയുന്നത്. മറുപിള്ള ഫോം ചെയ്യുന്നത്
ഇംപ്ലാന്റേഷൻ ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു ബുക്കിൽ കൂടിയിട്ട് അവിടെ നിന്ന് ഒരു കണക്ഷൻ, നമുക്ക് കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യുന്നത് ഈ പ്ലാസിന്റെ വഴിയാണ്. കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓക്സിജൻ, എനർജി കാര്യങ്ങളൊക്കെ ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് കിട്ടുന്നത് ഏത് വഴിയാണ്? പ്ലാസിന്റെ വഴിയാണ്. At the point of implantation, the placenta form from which the umbilical cord extended to the fertilized ovum. നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ഓവത്തിൽ നിന്ന് ഒരു അംബ്ലിക്കൽ കോഡ് വന്നിട്ട് ഒരു പ്ലാസിന്റെ പോലെ അത് ഫോം ചെയ്യും. In this way, the fertilized ovum zygote receive the nutrients from the blood stream of the mother. അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാസിന്റെ വഴിയാണ് കുട്ടിക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു പോയിന്റിലാണ് പ്ലാസന്റെ ഫോം ചെയ്തത്. കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാസന്റെ ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് നോക്കിയോ? ആ ഒരു എന്താ പറയാ, നമ്മള് ആ ഒരു പ്ലാസന്റെ ആ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരു ഇമേജ് കാണുന്നില്ലേ? പ്ലാസന്റെ അംബ്ലിക്കൽ കോഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാസിന്റെ വഴിയാണ് കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസും എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് വേണ്ടത് കിട്ടുന്നത്. ഇതിലൂടെയാണ് കുട്ടി ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ ന്യൂട്രിയൻസിലൂടെ തന്നെയാണ്. ഓക്കെ അല്ലേ? പീരീഡ് ഓഫ് ടിൻസ് എങ്ങനെയായിരിക്കും ടിൻസിന്റെ വീഡിയോയോ? ഓക്കെ, നോക്കട്ടെ, കേട്ടാ. ഓക്കെ, ഞാനാ ചോദിച്ചത്. സോറി, ഞാൻ മ്യൂട്ടാന്ന് വിചാരിച്ചേ. ഗവൺമെന്റ് കേട്ടോ, ഷെയർ ചെയ്യാവേ. ആർക്കായിരുന്നു? രേവതിക്കല്ലേ ട്വിൻസ്? അതെ മാം, എനിക്ക് ട്വിൻസ്. ബോർഡിംഗ് കേരളമാണ്. ഇപ്പൊ 5 വയസ്സായി. ഓക്കേടാ, ജസ്റ്റ് നോക്ക്, ഷെയർ ചെയ്ത് നോക്കാട്ട് വീഡിയോ വന്നിട്ട്. ട്വിൻസിന്റെ എനിക്ക് സ്പ്ലിറ്റ് ആയിട്ട്. ഓക്കേടാ, ട്വിൻസിന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല. അത് തന്നെയാണ് ഏർലി എംബ്രിയോ. നമ്മള് ഈ പറയുന്ന എംബ്രിയോ സ്പ്ലിറ്റ് ആയിട്ട് തന്നെയാണ് ട്വിൻസ് ആയിട്ട് മാറുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം.
പീരീഡ് ഓഫ് എംബ്രിയോ എന്നുള്ളത് എന്താന്ന് നോക്കാം. സൈക്കോ നമ്മൾ പറഞ്ഞത് എന്താണ്, പീരീഡ് ഓഫ് ഓവർ ആണ് പറഞ്ഞത്. കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് വരെ നമ്മൾ എന്താ പറയുന്നത്, പീരീഡ് ഓഫ് ഓവം എന്നാ പറയുന്നത്. ദെൻ പിന്നെ വരുന്ന പീരീഡ് ആണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. 1 മിനിറ്റ്. ഓക്കെ, പീരീഡ് ഓഫ് എംബ്രിയോയിലേക്ക് നോക്കാം. ദ പീരീഡ് ഫ്രം the 2nd to 8th week after conception. നമ്മൾ 2nd വീക്ക് ശേഷം എന്ന് വെച്ചാൽ 8th വീക്ക് വരെയും ഉള്ള ടൈമിനെയാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് 2 months ഉണ്ടല്ലോ, ഫസ്റ്റ് 2 monthsനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംബ്രിയോ എന്ന് പറയുന്നത്. ദ ന്യൂ ലൈഫ് ഈസ് കോൾഡ് എംബ്രിയോ. ആ ഒരു പുതിയ ലൈഫിനെയാണ് നമ്മൾ 2 months ശേഷം, ഫസ്റ്റ് 2 monthsനെയാണ് എംബ്രിയോ എന്ന് പറയുന്നത്. ആ ന്യൂ ലൈഫിന് നമ്മൾ പറയുന്ന പേരാണ് എംബ്രിയോ. നിങ്ങൾക്കറിയാവോ, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്കാനിൽ ഡോക്ടർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഫസ്റ്റ് ചോദിക്കുന്നത് ഹാർട്ട് ബീറ്റ് വന്നോ, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് വന്നോ എന്നല്ലേ സ്കാൻ ചെയ്ത് നോക്കുന്നത് അല്ലെ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ഏത്, പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ഫോർ ദ ഫസ്റ്റ് 2 months the new life is called embryo. During this period, all important external and internal resources started to develop and function. നമ്മുടെ എക്സ്റ്റേണൽ ഇന്റേണൽ റിസോഴ്സ് ഉദ്ദേശിക്കുന്ന ഓർഗൻസ് പാർട്സ് ആണ്. അത് ഫങ്ഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ഇവിടെ ഡിഫറെന്റ് സെൽസ് ആർ ഫോംഡ് ആസ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യും, ബോൺസ് മസിൽസ് ഒക്കെ ഫോം ചെയ്യും. 8th വീക്ക് ആകുമ്പോഴേക്കും നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ബീറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. അത് വേരി ചെയ്യുന്നുണ്ട്. 8th വീക്ക് വരെ നമുക്ക് നോക്കാം. ഹാർട്ട് ബീറ്റ് വരാനായിട്ട് നമ്മൾ 2 months വെയിറ്റ് ചെയ്യും. അപ്പൊ 8th വീക്ക് ആകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് ഹാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. കുഞ്ഞി ഹാർട്ട് ഹാഡ് ബീൻ ബീറ്റ് ഫോർ ഓൾമോസ്റ്റ് എ മന്ത്. നമ്മളിങ്ങനെ ഹാർട്ട് ബീറ്റ് വന്നു തുടങ്ങും. ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ ഏതാണ്, ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ ആണ് ഹാർട്ടാണ് കേട്ടോ. ഹാർട്ടാണ്. ഹാർട്ടിന് ശേഷമാണ് the lungs, liver, stomach, the brain start to form. ഇതെല്ലാം ഫോം ചെയ്യുന്നത്. അതിനുശേഷം സെക്സ് ഓർഗൻസ് are developed enough to determine the sex of the embryo. കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്സ് ഓർഗൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നീടാണ്. ലങ്സ്, ലിവർ, സ്റ്റൊമക്കും ബ്രെയിനും ഒക്കെ പിന്നീട് ഹാർട്ട് വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ആ 2 months എന്ന് പറയുന്നത്. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. നമുക്ക് അമ്മമാരായവർക്ക് എല്ലാവർക്കും അറിയാം, ഹാർട്ട് ബീറ്റ് വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന സന്തോഷമല്ലേ. അപ്പൊ ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. ഓക്കെ, മാം ഈ ടൈമിൽ ഹാർട്ട് ബീറ്റ് വരാത്ത ടൈം ആണെങ്കിലാണ് കുട്ടിക്ക് വളർച്ച ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് അബോർട്ട് ചെയ്യണമെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഡോക്ടേഴ്സ്? ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് വിട്ടുപോയതാ. ഞാൻ ഫസ്റ്റ് കൺസീവ് ആയ സമയത്ത് ഇതേപോലെ 2 months ഫസ്റ്റ് സ്കാനില് എന്റെ ഭാര്യയ്ക്ക് എന്താണ് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞു, സെക്കൻഡ് തേർഡ് ഹാർട്ട് ബീറ്റ് വന്നില്ല. സോ അത് വളർച്ച കുറവാണെന്ന് പറഞ്ഞിട്ട് നോർമലി അത് ഡോക്ടർ അബോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അത്. അപ്പൊ അബോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. എനിക്കും പിന്നെ ആ സമയത്ത് തൈറോയിഡും അതേപോലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് കൺസീവ് ആവുന്നത്. ഇപ്പൊ 2 കുട്ടികളുണ്ട്, ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് ഹാർട്ട് ബീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ വിഷമിച്ച ടൈമാണ്. ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഹാർട്ട് ബീറ്റ് ഇല്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ഡേ വരുമ്പോ സ്കാൻ ചെയ്ത് നോക്കാന്ന് പറയുമ്പോ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഹാപ്പി. സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് വരുമല്ലോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു പ്രതീക്ഷ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഡോക്ടർ പറഞ്ഞു നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് ഒട്ടും പറ്റില്ല, നമുക്കത് അബോർട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. പിന്നെ മൂത്താള് തരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഡോക്ടറോട് ഞാൻ ചോദിച്ചത് ഹാർട്ട് ബീറ്റ് വന്നോന്നാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഡോക്ടറെ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട, ഹാർട്ട് ബീറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ സ്കാനിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഹാർട്ട് ബീറ്റ് കേട്ടു എന്ന് എഴുതിയില്ല. നീ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതാണ്, അതൊക്കെയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. കുറച്ച് സ്ലോ ആണെന്ന് പറഞ്ഞു.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഹാർട്ട് ബീറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഹാർട്ട് ബീറ്റ് എന്റെ ടെൻഷൻ കാരണം ഡോക്ടർ എനിക്ക് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു തന്നു. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചോദിക്കാം ഹാർട്ട് ബീറ്റ് ഉണ്ടോ, കേക്ക് സൗണ്ട് കേൾക്കുന്നു പറഞ്ഞിട്ട് എനിക്കത് കേൾപ്പിച്ചു തന്നു. ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു ഇത് കേൾപ്പിച്ചു തന്നു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. വലിയ ടെൻസ്ഡ് ആയിട്ടായിരുന്നു ആ ഒരു ടൈം എന്ന് വെച്ചാൽ ആദ്യത്തെ അബോർഷൻ ആയി, പിന്നെ കുറച്ചൊരു ടൈം കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കൺസീവ് ആവുന്നത്. ആ ടൈമിൽ കുറച്ച് എന്താ പറയാ ഫാമിലി ഡ്രാമ വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര ഡിപ്രഷൻ അല്ല, എന്നാലും ഹസ്ബൻഡ് കൂടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അപ്പോ ഹാർട്ട് ബീറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു കുട്ടീനെ സംബന്ധിച്ച് ജീവന്റെ തുടിപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആ ഹാർട്ട് ബീറ്റ് ആണ് അല്ലെ. 8 വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് വരണം. 2 മന്ത്സിനുള്ളിൽ ഹാർട്ട് ബീറ്റ് വരണം എന്ന് പറയണം. ഓക്കെ അല്ലെ? ഓക്കെ, ഞാനത് പറയാണ്ട് ടച്ച് ചെയ്യാണ്ട് പോവാന്ന് വിചാരിച്ചതാണ്. ചിക്കു ചോദിച്ചുകൊണ്ട് പറഞ്ഞ എന്താടാ അങ്ങനെ. കുഴപ്പമില്ല, വിഷമെന്നല്ല. ജസ്റ്റ് നമ്മൾക്ക് ഈ കുഞ്ഞ് ആവുമ്പോ തന്നെ ഫസ്റ്റ് ക്യാരി ചെയ്യുമ്പോ തന്നെ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെക്കൂലേ. പക്ഷെ ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ പോലും എനിക്ക് വിഷമാണ്, കാരണം പോയല്ലോ എന്നുള്ള ചിന്ത വരുമ്പോ കുഴപ്പമില്ല. ഇനി അടുത്താണ് പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത്. ഫ്രം 8 വീക്ക് ടു അൺടിൽ ബർത്ത് വരെ നമ്മൾ പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത്. ദെൻ 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഓൾ ദ ഓർഗൻസ് ഗ്രോ ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. നമ്മളുടെ ഓർഗൻസ് ബിഗർ സ്ട്രോങ്ങർ ആവുന്ന ടൈമാണ് ഇത് പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത്. ഫ്രം 5th month onward one can hear സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഹാർട്ട് ബീറ്റും കാര്യങ്ങളും ഹിയർ ചെയ്യാൻ പറ്റും. ഒരു 5 മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചെറിയ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് അനക്കം അറിയാൻ പറ്റും അല്ലെ. അതറിയാൻ പറ്റില്ലേ? കിക്ക് അനക്കം അറിയാൻ പറ്റൂലേ? ഓക്കെ. എന്റെ മോൻ ചില സമയത്ത് 2ാമത് ക്യാരി ആയിരുന്ന സമയത്ത് അനങ്ങൂല കേട്ടോ. ആള് അനക്കം ഉണ്ടാവില്ല, ഫുൾ ടൈം അനക്കം ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും മധുരം ഉള്ളതില്ലേ, വെള്ളലിട്ടോ ചിരിട്ടോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഭയങ്കര എന്താ പറയാ ചവിട്ട് കുത്തുകളൊക്കെ ഭയങ്കര സന്തോഷമാണ്. മധുരം ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കടാ, മധുരം കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി. ഓക്കേടാ. ദ ബോഡി മൂവ്സ് ഫ്രീലി. നമ്മുടെ കുട്ടിയുടെ ബോഡി മൂവ്സ് ഫ്രീലി ആയിട്ട് മൂവ് ചെയ്യും. നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ക്യാരി ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ മൂവ് ചെയ്യും. വൺ ക്യാൻ ഫീൽ ദ മദർ സ്കിൻ ബൾബ് ദ ആംസ് ഓർ ലെഗ് ഈസ് കിക്കിംഗ് ഔട്ട്. അപ്പോ നമ്മള് ചില സമയങ്ങളിൽ നമുക്ക് കിക്ക് ചെയ്യുന്നത് നമ്മുടെ ആംസ്, കുഞ്ഞി കയ്യ്, കുഞ്ഞി കാലൊക്കെ നമുക്ക് നമ്മുടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ചില സമയങ്ങളിൽ അങ്ങനെ കാണും, നമുക്ക് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കണൊക്കെ ആയിട്ട് കാണാൻ പറ്റും. സം ബേബീസ് ടച്ച് ദെയർ സം യോക്ക് ആൻഡ് സ്ട്രെച്ച് ഔട്ട്. ചില കുട്ടികൾ ചിലപ്പോൾ കൈ സക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നത്, ചിലപ്പോൾ ചിലർ സ്ട്രെച്ച് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് സ്ട്രെച്ച് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അതിങ്ങനെ സ്ട്രെച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. ഇനി ബേബി അറ്റ് ബർത്ത് ആണ് നമ്മൾ പറയുന്നത്. നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് 7 pounds ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 kgs ആണ് നോർമൽ ആയിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ വേണ്ട തൂക്കം. 3 kg to 2.5 kg to 3 kg അത് നോർമൽ വെയിറ്റ് ആണ്. വെയിറ്റ് കുറവാണെന്ന് വിചാരിച്ച് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. അവര് ഒരു 3 months കഴിയുമ്പോഴേക്കും അവർക്ക് നോർമൽ വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നോളൂ കേട്ടോ. ജനിച്ചതിന് ശേഷം നോർമൽ ആയിട്ട് വന്നോളൂ. ഫസ്റ്റ് ക്രൈ ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ച്. നമ്മൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഡോക്ടറൊക്കെ ചോദിക്കുന്നത് കരഞ്ഞോ എന്നാ ചോദിക്കുന്നത്. കാരണം കരയുന്ന സമയത്ത് തന്നെ ഓക്സിജൻ അവർക്ക് ആ ഒരു ലങ്സ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്ന സമയമാണ് ആ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജൻ എൻ്റർ ആവണം. അവർ ആദ്യമായിട്ട് ശ്വസിക്കുകയാണ്, നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് അവർ ശ്വസിക്കുന്നത് ആ ഫസ്റ്റ് ക്രൈയിലൂടെയാണ്. The first cry after the birth helps the lungs of the child to begin functioning. നമ്മുടെ ലങ്സ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Newborn child try to adjust with the environment. ഒരു ന്യൂബോൺ ബേബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് ആദ്യമായിട്ട് വരുന്നത് അവൻ ചിലപ്പോൾ കരയും, അതേപോലെ തന്നെ ചിലപ്പോൾ അവന് ഭയങ്കര ഷിവറിങ് പോലെ വരുന്ന നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ തുമ്മൽ ജസ്റ്റ് ഒന്ന് തുമ്മും, ചുമയ്ക്കും. അതൊക്കെ എന്താണ് അവനെ അറിയാത്ത, അവന് പരിചയമില്ലാത്തൊരു എൻവയോൺമെന്റ് ആണല്ലോ ഇത്. അപ്പോ ഇങ്ങോട്ട് വരുമ്പോ അവനിൽ കുറച്ച് മാറ്റങ്ങളും അവൻ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതെല്ലാം നോർമൽ ആണ് കേട്ടോ. The child's sudden walking, choking, irregular respiration,
സീസിങ്, സിമിലർ സിംറ്റംസ്, ഇൻസ്റ്റെബിലിറ്റി ഇൻ ഇനിഷ്യൽ പീരീഡ്. കോമൺ ആയിട്ട് കാണുന്നതാണ് കുട്ടികളിൽ ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷനും കാര്യങ്ങളും, സീസ് ചെയ്യുന്നത്, ചോക്ക് ചെയ്യുന്നത് ഒക്കെ ഈ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ആഫ്റ്റർ ദ ബർത്ത് ഷോ ഇറ്റ്സ് റിയാക്ഷൻ ബൈ ഇറ്റ് അറ്റംപ്റ്റ് ടു അഡ്ജസ്റ്റ് ദ ന്യൂ എൻവയോൺമെന്റ്. അപ്പൊ ജനിച്ചതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു എന്താ പറയുക റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ അവന് ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവാനുള്ള ലക്ഷണമായിരുന്നു. എന്റെ മോള് ഡെലിവറി കഴിഞ്ഞ് ഒരു ദിവസം 1.5 ദിവസമൊക്കെ ഉള്ള സമയത്ത് പിറ്റേഴ്സ് രാവിലെ ഡോക്ടർ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ, ഡോക്ടറെ മോളെ ചെറുതായിട്ടൊന്ന് തുമ്മുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു, അവൾ തുമ്മിക്കോട്ടെ, അതിനിപ്പോ എന്താ നമ്മൾ തുമ്മുന്നില്ലേ അതേപോലെ തന്നെ അവള് തുമ്മുന്നത്. കാരണം ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, അവള് ഈ ന്യൂ എൻവയോൺമെന്റിലേക്ക് വന്ന അവൾക്ക് ഒട്ടും പരിചയമില്ലാത്ത എൻവയോൺമെന്റിലേക്ക് വന്നതിന്റെ ഇതായിട്ടാണ് അവള് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതിനാണ് ഈ തുമ്മലും ഇതൊക്കെ വരുന്നത്, നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞു. അതേപോലെ ചെറിയ കുട്ടികൾക്ക് ആണോ 4 മാസമായി? ഓക്കെ ഓക്കെ. അപ്പോ നമുക്കിനിപ്പോ എക്സാം എപ്പോഴാ വരുന്നതെന്ന് അറിയാവോ? ഫാമിലി ടൈം ആയിരിക്കോ ഡെലിവറി ഏപ്രിൽ മാസം. ഏപ്രില്. നമ്മള് ഏത് മാസം തുടങ്ങിയെന്ന് അറിയാവോ നമ്മുടെ ക്ലാസ്? ക്ലാസ് തുടങ്ങി ജൂലൈയിലെ ഓഗസ്റ്റ്. ഓക്കെ നമുക്കില്ലേ നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ക്ലാസ് മോന് നമ്മളുടെ കണ്ടിന്യൂ ചെയ്ത് കണ്ടോ. ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും എക്സാം വരുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബാച്ചിന്റെ ഒപ്പം നമുക്ക് ഈ ഒരു ബാച്ചിന്റെ ഒപ്പം തന്നെ എക്സാം എഴുതാം. അല്ലാത്ത പക്ഷെ നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഉണ്ടല്ലോ അവർക്ക് പോയാലും എക്സാം എഴുതാൻ പറ്റൂ കേട്ടോ. മനസ്സിലായോ? ഓക്കെ മാം. PROനോട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ PROനോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എപ്പോഴാണോ ഓക്കെ ആയിട്ടുള്ള ആ ബാച്ചിനോടൊപ്പം നമുക്ക് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട, എല്ലാവരും സപ്പോർട്ട് ആയിട്ട് ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ പോലും അവർ ക്ലിയർ ചെയ്ത് തരും. ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. ട്രെയിനിങ് സ്റ്റാർട്ട് ആവാനായോ? രേഷ്മ എന്താ ഉദ്ദേശിച്ചേ? ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന കാര്യമാണോ? ആണോ? ഓക്കെ. ടീച്ചിങ് പ്രാക്ടീസിന് നിങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ അവിടെ അന്വേഷിക്കുക വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം സെലക്ട് ചെയ്ത് ടീച്ചിങ് ട്രെയിനിങ്ങിന് പോകേണ്ടത് കേട്ടോ. ഐ തിങ്ക് നേരത്തെ പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ആരാ സൈൻ ഔട്ട് പറയുന്നേ? മാം ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് 7 months കഴിഞ്ഞിട്ടല്ലേ മീൻസ് പോകേണ്ടത്? അഭിപ്രായമാണെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ് പാർട്ട് 3 എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. പാർട്ട് 3 നമ്മള് മോണ്ടിസോറി ഏതാണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതൊരു പാതിയാവുമ്പോ പോകുന്നതായിരിക്കും ടീച്ചിങ് പ്രാക്ടീസ് നല്ലത്. ഓക്കെ മാം, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു മാം. മാം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് മീൻസ് ജോബ് അസിസ്റ്റൻസ് ഉണ്ടോ? ജോബ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വേക്കൻസീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനുവേണ്ട വേക്കൻസീസ് ഒക്കെ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അത് നേടിയെടുക്കാന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, കാരണം നമ്മളുടെ MCയിൽ പാസ് ഔട്ട് ആവുന്ന എല്ലാ കുട്ടികളിലും പ്ലേസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോ നമ്മൾ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോ അവരുടെ സംസാരത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് അവർ പറയും ഞങ്ങള് പ്ലേസ്ഡ് ആയി എന്നുള്ള ഇൻഫർമേഷനാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ടും കൂടി നമ്മൾ എടുക്കണം കേട്ടോ. ഓക്കെ. ഇന്ന് ക്ലാസ് എടുത്ത മിസ്സിന് ആരെങ്കിലും സൈൻ ഔട്ടിന് പേര് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആരില്ലെന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ക്ലാസ് എടുത്ത അപർണ മിസ്സിന് ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം പിന്നെ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ക്ലാസ് എടുത്ത മിസ്സിന് നന്ദി. ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ മിസ്.